റീസെൻ്റ്ലി എനിക്ക് 2, 3 മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ +2 മാത്രമാണ് പഠിച്ചത്. ഞാൻ +2 കഴിഞ്ഞ് നേരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോവുകയാണെന്ന് പറയും. സോ അവർ ചോദിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 മാത്രം മതിയോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ അല്ലെങ്കിൽ പുതിയൊരു നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനെന്നാണ്. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ കുറേ അക്കാഡമീസ് പിള്ളേരെ ബ്രെയിൻ വാഷ് ചെയ്ത് പറയണം, ഓക്കെ ജസ്റ്റ് +2 മാത്രം മതി നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് കിട്ടാൻ അല്ലെങ്കിൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനെന്ന് പറയുകയാണ്. സോ ഒരിക്കലും ലൈക്ക് നിങ്ങൾ എന്താണ് ജസ്റ്റ് ഒരു +2 മാത്രം പഠിച്ചിട്ട് നിങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടി ഇറങ്ങരുത്. എനിക്ക് പേഴ്സണൽ അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ പഠിക്കുന്ന സമയത്ത് +2 കഴിഞ്ഞ് നേരെ ജോലിക്ക് പോയ ആൾക്കാർ. ഇപ്പം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമല്ല വേറെ ഏത് ഫീൽഡ് എടുത്താലും ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു +2 മാത്രമേ ഉള്ളൂ, പിന്നെ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർട്ടിഫിക്കേഷൻ ഉണ്ടെന്നും പറഞ്ഞ് ആരും നിങ്ങൾക്ക് എന്താണ് നല്ലൊരു ജോലി നല്ലൊരു സാലറി തരത്തില്ല. ഓക്കെ, മേ ബി നിങ്ങൾക്ക് എന്താണ് ഇപ്പം നാട്ടിലൊരു ഒരു 1, 2 വർഷത്തേക്ക് നല്ലൊരു ജോബ് അല്ലെങ്കിൽ നല്ലൊരു ഒരു 8,000 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ 15,000 രൂപയുടെ സാലറി കിട്ടുമായിരിക്കും. പക്ഷേ നമ്മളൊരു ലോങ് ടൈമിലോട്ട് നോക്കുന്ന സമയത്ത് ഒരിക്കലും ജസ്റ്റ് ഒരു +2 ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് നല്ല ഒരു കരിയർ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഡിഗ്രി ഒരു 3 വർഷത്തെ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഇപ്പം ഓക്കെ ഇപ്പോൾ ഒരു 4 വർഷമായി. സോ 4 വർഷത്തെ ഒരു ഡിഗ്രി പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങളെന്താണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്തോട്ട് ഒരു ജോലി ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാൽ മതി. ഓക്കെ, സോ അതല്ല നിങ്ങളെന്താണ് ഇപ്പം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്രീലാൻസ് വർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുക. അതല്ലാതെ +2 മാത്രം പഠിച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ ഒരിക്കലും നിങ്ങൾ ചൂസ് ചെയ്യരുത്. ഓക്കെ.